ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നുവോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ, ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ 9 ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ എന്തോ ഒരു ചെറിയ പോരായ്മയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്, പക്ഷെ അതിൽ നിങ്ങൾ എന്തോ ഒന്നിനു വേണ്ടി തിരയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരു കാത്തിരിപ്പുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക്. അത് നിങ്ങൾക്ക് ശുഭപ്രതീക്ഷയാണ് നൽകുന്നതെന്ന് കാണുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് വളരെയധികം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തോ ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്ന് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് വന്നു ചേരുമോ എന്നുള്ളതാണ് നിങ്ങളുടെ മനസ്സിന്റെ ആകാംക്ഷ. ഒന്നുകിൽ അത് ഏതെങ്കിലും കാര്യത്തിലുള്ള ഒരു വിജയമാകാം, ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി വന്നു ചേരാനോ ഒരു സാഹചര്യം വന്നു ചേരാനോ ആയിരിക്കണം. അതിലേക്ക് നിങ്ങൾ ധാരാളമായിട്ട് നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം വന്നു ചേരാൻ വേണ്ടി നിങ്ങളിവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതാണ് അടുത്തത്, നമുക്ക് നോക്കാം. ഇവിടെ ദ ഹെർമിറ്റ് ആണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ഈ ഒരു കാര്യം വന്നു ചേരാൻ വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിപ്പുണ്ട് എങ്കിൽ അതിനുള്ള ഉത്തരം, കാത്തിരിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങൾക്കിവിടെ ഒരു പരിപൂർണമായ ഒരു ആത്മീയമായ എനർജി നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഡിവൈൻ ലവ് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൈറ്റ് ലില്ലിയാണ്, കണ്ടില്ലേ? ഇപ്പൊ ഈ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പരിശുദ്ധിയെ, മനസമാധാനത്തെ തരുന്നതാണ്. അതായത് നിങ്ങളുടെ ഹൃദയം കൂടുതലായിട്ട് പരിശുദ്ധിയിലേക്ക് വരുന്നു. കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവുന്നു. കുറച്ച് നിങ്ങൾക്ക് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ടാവും. അതായത് നിങ്ങൾക്ക് ഇൻസൈറ്റ് വർദ്ധിച്ച നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് പോകാൻ സാധിക്കുന്ന കാരണം വെളിച്ചം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. പുറത്തെങ്ങും പരതേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ നമ്മളുടെ വിജയത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ പുറത്തല്ല തിരയേണ്ടത്, നമ്മളുടെ ഉള്ളിൽ തന്നെയാണ്. നമ്മളുടെ ഉള്ളിലാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നത്. അതാരും മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. ഈ ഒരു എനർജി നിങ്ങൾക്ക്, ഒരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഈ ഒരു സമയത്ത് പ്രചോദകമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ്, കണ്ടില്ലേ? ദ ഹെർമിറ്റിന്റെ എനർജി വന്നു, ഇൻസൈറ്റ് വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഇൻഡ്യൂട്ടീവ് ആകാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. ഒരു പരിവർത്തനത്തിന് വിധേയമാവുകയാണ് നിങ്ങളിവിടെ എന്നാണ് കാണുന്നത്. ഇവിടെ നിങ്ങളുടെ സാഹചര്യങ്ങൾ കുറച്ചുകൂടി നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പറ്റി ഇപ്പോൾ ആരെങ്കിലുമൊക്കെ മോശം നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പല വ്യക്തികളെയും പല സാഹചര്യങ്ങളെയും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചുറ്റിനുമുള്ള സാഹചര്യങ്ങളെ നോക്കിയാൽ തന്നെ അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ്, പ്രോസ്പെറിറ്റി തരുന്നതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ദൈവികമായ അനുഗ്രഹം നിങ്ങൾക്കുണ്ട് എന്നാണ് കാണുന്നത്. അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലരാകാൻ സാധിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം കുറച്ചുകൂടി നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വരുന്നുണ്ട്.
അപ്പൊ ഈ ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളത് മാത്രം പ്രയോഗിക്കാനും ആവശ്യമില്ലാത്തിടത്ത് നോക്കാതിരിക്കാനും ഒക്കെ ഉള്ള ഒരു എനർജിയാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ പറയേണ്ടിടത്ത് പറയുക, അതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായി? മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലായ്പ്പോഴും അത്യാവശ്യം തന്നെയാണ്. അപ്പൊ ഈ ഒരു കഴിവ് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ നേടിയെടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതായത് ഒരു ശ്രദ്ധ. അപ്പോ ഈ ഒരു ശ്രദ്ധ എന്താണ്, എനിക്ക് ഈ ഒരു കാര്യത്തിൽ വിജയിക്കണം എന്ന് മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എവിടെ എങ്ങനെ പ്രതികരിക്കണം എന്ന് നിങ്ങൾ ബുദ്ധിപരമായിട്ട് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. കാര്യം അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു വിജയത്തിലേക്ക് വരാൻ പറ്റൂ. അപ്പൊ ഈ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി പരിവർത്തനത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു, മാറ്റങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ മുൻപുണ്ടായിരുന്ന അവസ്ഥയെക്കാളും കുറച്ചുകൂടി നിങ്ങൾക്ക് പരിവർത്തനത്തിലേക്ക് മാറാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പരിവർത്തനം എങ്ങനെ വന്നു എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യമൊന്നും മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ ക്രമേണ നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങളെ രഹസ്യമാക്കി സൂക്ഷിക്കാനും നല്ല വ്യക്തികളെ തിരിച്ചറിയാനുമുള്ള കഴിവ്, യെസ് ഓർ നോ പറയാനുള്ള കഴിവ് ഒക്കെ നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സെവൻ ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ ഒരു പ്രശ്നങ്ങളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നങ്ങളാണ്. നടുക്ക് ഒരാൾ നിൽക്കുകയാണ്, സേഫ് സോണിലാണ്. മനസ്സിലായോ? ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിനപ്പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും കുറെ ആക്രമികളുണ്ട്. ഇല്ലാത്തത് നിങ്ങളെ കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിക്കാനും ഇല്ലാത്ത കുറ്റം നിങ്ങളിൽ ആരോപിക്കാനും കുറച്ച് ചുറ്റിനുമുള്ള എനർജി ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ സേഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുകയാണ് നമ്മളൊരു എനർജിയിൽ നിൽക്കുകയാണ് എങ്കിൽ ഉറച്ച ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു, പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് വരാനുള്ള ധൈര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എത്ര പേര് ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിന് ധൈര്യമുണ്ടോ, മനോബലമുണ്ടോ? ഇവിടെ മനോബലം കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. വാൻസിന്റെ എനർജി ലിവാൻസ്, ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജിയാണ്. അടുത്തായിട്ട് എന്താന്ന് നോക്കാം നമുക്ക്. അടുത്തായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് 2 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ? ഇവിടെ ഈ ലോകം തന്നെ തിരയുകയാണ്, ലോകത്തിൽ തിരയുകയാണ്. എന്താണ് എൻ്റെതായ കാര്യം, ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ലഭിക്കുമോ? ഈ ലോകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. അല്ലെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ ഈ വ്യക്തി എൻ്റെ വേൾഡാണ്, എൻ്റെ ലോകമാണ്. അല്ലെങ്കിൽ ഞാൻ നോക്കിയിരിക്കുന്ന സാഹചര്യം ആണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെയോ ഒരു സാഹചര്യത്തെയോ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. വാൻസ് ഫയർ സൈൻ അല്ല, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാനാവാം. ഇനി അതുമല്ല എങ്കിൽ ഏതെങ്കിലും ഒരു സന്ദർഭം, സാഹചര്യം ഒക്കെ നിങ്ങൾക്ക് ഇപ്പോൾ വരേണ്ടതാണ്. അത് അത്യാവശ്യ കാര്യമാണ്, നിങ്ങൾ അത്യാവശ്യമായിട്ടും കാത്തിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ഈ ഒരു വാണ്ടിന് മാത്രം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 2 വാണ്ട്സ് ഉണ്ട്, പക്ഷെ ഒന്നിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഇതിവിടെ വളരെയധികം പുഷ്പിച്ചു നിൽക്കുന്നുണ്ട്. ഇനിയും വിടരാനുണ്ട് പൂക്കൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇനിയും നിങ്ങളുടെ ആഗ്രഹം സഫലമാകാനുണ്ട്. കുറച്ചൊക്കെ പ്രശ്നങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, പക്ഷെ ഇനിയും കുറച്ചുകൂടി അത് സോൾവ് ആകണമെങ്കിൽ ഇവിടെ ആഗ്രഹിക്കുന്ന കാര്യം വന്നു ചേരണം. ഇവിടെ ഇതിന് പ്രാധാന്യമുള്ളതാണ്. ഈ ഒരു വാണ്ടിനും വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇത് മാത്രമാണ് ലക്ഷ്യം, ഇതാണ് എൻ്റെ വേൾഡ് എന്ന് പറയുന്നത്. ഇതില്ല എങ്കിൽ എനിക്കൊരു കംപ്ലീഷനും അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷവും വരുന്നില്ല എന്ന് വിചാരിച്ച് വളരെയധികം ആകാംക്ഷയോടുകൂടി ഇവിടെ
കാത്തു നിൽക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇതൊരു വ്യക്തിയാവാം, അല്ലെങ്കിൽ ഇതൊരു സാഹചര്യമാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും നാട്ടിലേക്ക് പോകാനായിരിക്കും ഒരു ജോബിനെ നിങ്ങൾ മനസ്സിൽ കൽപ്പിച്ചിട്ടുണ്ടാവാം, സങ്കല്പിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. അതിനുവേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി വരാനാവാം. അതുമല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വന്നു ചേരാനാവാം. ആ ഒരു സാഹചര്യത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. കാരണം ഈ ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ലഭിക്കുന്ന പോലെയാണ് കാണുന്നത്. ഒന്നുകിൽ നിങ്ങൾ എന്തിനെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടുത്തെ മജീഷ്യന്റെ എനർജിയാണ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും കാര്യം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം, അല്ലെ? നിരന്തരമായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വന്നേ മതിയാവും. മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു സക്സസിലേക്ക് പോകണമെങ്കിൽ എനിക്ക് അത് ലഭിച്ചേ മതിയാവും. എന്തോ വളരെ വലിയ വാല്യുബിളായിട്ടുള്ള എന്തോ ഒരു കാര്യം, പ്രശസ്തി കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. അതായത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു കാര്യം നിങ്ങളിപ്പോൾ നിരന്തരം പ്രാക്ടീസ് ചെയ്ത് അതിലൂടെ ഒരു വിജയം നേടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വിജയം നേടുന്ന വ്യക്തി എല്ലായ്പ്പോഴും എന്താണ്? അവസരങ്ങളെ കാണും. ഇവിടെ വിജയം നേടുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ അമൂല്യമായ അല്ലെങ്കിൽ വളരെയധികം വിലപിടിപ്പുള്ള പുഷ്പമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എനിക്ക് മറ്റൊരു ചെടി എവിടെയും കാണിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടെ ഇതിലൂടെയാണ് വിജയം വേണ്ടത്, ഇതിനെയാണ് ലക്ഷ്യമാക്കുന്നത്. ഈ ഒരു വലിയ വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ, വളരെയധികം പ്രഷ്യസ് ആണിത്. അപ്പൊ ഇതിനെ നേടിയെടുക്കാൻ വേണ്ടി അഹോരാത്രം പണി ചെയ്യുകയാണ് ഇവിടെ എന്ന് പറഞ്ഞതുപോലെ. നിങ്ങളുടെ ഉള്ളിൽ എന്തോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതിനായിട്ട് നിങ്ങൾ നിരന്തരം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നിങ്ങളുടെ എനർജി ഇവിടെ നിങ്ങൾ വേസ്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഒന്നുകിൽ ഒരു വ്യക്തിക്കാവാം, അല്ല എങ്കിൽ ഒരു സാഹചര്യത്തിനുമാകാം, ഒരു സന്ദർഭത്തിനാകാം. എന്തോ നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നത് അതാണോ നിങ്ങളിവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളിവിടെ നിരന്തരം അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അത് പ്രാവർത്തികമാകും. മനസ്സിലായോ? നിങ്ങൾക്ക് ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരോടും അത് പറയാതിരിക്കുക. എന്ത് ലക്ഷ്യമാണോ, എന്ത് ലക്ഷ്യത്തിലേക്കാണോ നിങ്ങളിപ്പോൾ കടക്കുന്നത്, എന്ത് പ്രഷ്യസ് ആയിട്ടുള്ള ഒരു വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് നിങ്ങളുടെ ഉള്ളിലെങ്കിൽ, ചിലപ്പോൾ ഒരു ജോബാവാം, ഒരു ജോലിയാവാം, ജോലിക്ക് വേണ്ടി നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുകയാവാം. ഇനി അതുമല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാവാം, അതുമല്ലെങ്കിൽ വളരെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികമായിരിക്കാം. അതിനെപ്പറ്റി നിങ്ങൾ നിരന്തരം ഇവിടെ ചിന്തിക്കുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ അത് പ്രാവർത്തികമാക്കണം. നിങ്ങൾക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആരോടും പറയാതിരിക്കുക, രഹസ്യമാക്കി തന്നെ വെക്കണം. അത് മനസ്സിലായി? നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ പാടുപെടുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രയത്നിക്കുന്നത് എന്തിനാണോ, ഏത് കാര്യത്തിനാണോ, അത് നിങ്ങൾ മറ്റൊരാളിനോട് പറയാൻ പാടില്ല. അത് വളരെയധികം രഹസ്യമാക്കി വെക്കേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ ഈ ഒരു സക്സസ് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. വിജയങ്ങളിലേക്ക് നിങ്ങൾക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആരോടും പുറത്തു പറയാൻ പാടില്ല. അത് നേടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് മറ്റുള്ളവർ അറിയേണ്ടത്. അങ്ങനെ വിചാരിക്കണം കേട്ടോ. ഇത് നിങ്ങൾക്കിവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നു. ഈ ഒരു സക്സസ് ഇപ്പോൾ നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ലേ, 3 ഓഫ് കപ്സ് സന്തോഷിക്കാനുള്ള അവസരമാണ്, കണ്ടില്ലേ? അപ്പൊ ഇത് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ എന്താണ്, ജോബാണോ ആഗ്രഹിച്ചത്, ഒരു വീടാണോ, ഒരു വാഹനമാണോ, എന്തിനാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം അനുഭവിക്കാനുള്ള സാധ്യത വരുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ പറ്റും. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് സഫലമാകുന്നു. മാനിഫെസ്റ്റേഷൻ സക്സസിലേക്കാണ് നിങ്ങൾക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി വളരെ 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 സന്തോഷത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക. അതുമല്ല എങ്കിൽ ചിലപ്പോൾ ആരുടെയെങ്കിലും വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടാവാം, അതുമല്ല കുട്ടികളുടെ പേരിടിലോ, അതുമല്ല ബർത്ത്ഡേ ആഘോഷമോ, ഇനി എന്താണോ, ജോലി കിട്ടിയതോ, ജോലിയുടെ പ്രമോഷനോ, വാഹനം വാങ്ങിച്ചതോ, എന്തൊക്കെയോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് സാധ്യമാക്കി കിട്ടുന്നു.
അവിടെയാണ് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ടാകും. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിനൊരു വിജയം ഉണ്ടാകുന്നു. ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 3 ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്തൊക്കെയോ നിങ്ങളിവിടെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജിയാണിത്. വിദേശത്തേക്ക് നിങ്ങൾ യാത്രയാവുന്നു. ആരെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുകയാവാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കപ്പൽ യാത്രയാണ് വന്നിരിക്കുന്നത്, കണ്ടില്ലേ? അപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളിൽ എക്സാമിനേഷൻ ഉണ്ടാവാം. ഇനി അതിലൊരു വിജയത്തിന് വേണ്ടി നോക്കിയിരിക്കുകയാവാം. എന്തൊക്കെ കാര്യത്തിന് നിങ്ങൾ നോക്കിയിരിക്കുന്നുണ്ടാവാം. തീർച്ചയായിട്ടും ഈ ഒരു കാര്യം വന്നു ചേരാനായിട്ട് നിങ്ങളിവിടെ വളരെയധികം ആഗ്രഹത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ചില വിദേശത്ത് പോകാനായിരിക്കാം, അഥവാ ഇനി പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ജോലി നേടാനാവാം, ഇനി ഏതൊരു കാര്യത്തിനായാലും നിങ്ങൾക്കിവിടെ ഇത് സാധ്യമാകാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങളൊരു വെയിറ്റിങ്ങിലാണ് എന്നാണ് കാണുന്നത്. നമുക്കിന്ന് ഏഞ്ചൽസിന്റെ കാർഡ് കൊണ്ട് നോക്കാം. ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാം. വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ആസ്ക് യുവർ ഏഞ്ചൽസ് എന്നാണ് വന്നിരിക്കുന്നത്. എന്തോ ബുദ്ധിമുട്ടുള്ള പ്രയാസമാണോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടേറിയ കാര്യമാണോ നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്? അതിന് നിങ്ങൾക്ക് ഏഞ്ചൽസിനോട് ചോദിക്കാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഏഞ്ചൽ പ്രത്യക്ഷപ്പെടും, നിങ്ങൾക്ക് അതിനുള്ള മറുപടി തരും എന്നുള്ളതാണ് കാണുന്നത്. മനസ്സിലായോ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടേറിയത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണോ, എന്ത് ചോദ്യത്തിനാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏഞ്ചലിനെ വിളിക്കാവുന്നതാണ്, ചോദിക്കാവുന്നതാണ്, സംസാരിക്കാവുന്നതാണെന്നാണ് ഇവിടെ കാണുന്നത്. നോ നീഡ് ടു വറി. ഒന്നുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന് ഒത്തിരി സന്തോഷിക്കാനുള്ള ദിവസമാണ്, അല്ലെ? എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും ശരി, ഇന്ന് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം വരുന്നില്ല. നോ നീഡ് ടു വറി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് എന്ത് പ്രശ്നമാണ്, ഉത്തരം കിട്ടേണ്ട പ്രശ്നം എന്താണോ അതിന് നിങ്ങൾ ഇന്ന് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും വരുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ അൺലൈക്കിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാം. നിങ്ങൾ പറയുകയാണ് എനിക്കത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതവിടെ സ്റ്റോപ്പ് ചെയ്തോളൂ. മനസ്സിലായോ? അതാണ്. അതിനെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ലുക്ക് ഫോർ എ സൈൻ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇന്നത്തെ ദിവസം സന്തോഷത്തിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും സൈൻ കാണാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ 11 ആകാം, ചിലപ്പോൾ തൂവലുകൾ പൊഴിഞ്ഞു വീഴുന്നതാവാം, പക്ഷിത്തൂവലുകൾ നിങ്ങളുടെ ദേഹത്തോട് ഉരസി വെള്ള നിറത്തിലുള്ള തൂവലുകൾ ഉണ്ടാവാം, ചിലപ്പോൾ റെയിൻബോ കാണാനുള്ള അവസരം ഉണ്ടാകാം. ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റ് ബട്ടർഫ്ലൈസ് നിങ്ങൾക്ക് ചുറ്റും പറക്കുന്നതാണ്. ഇനി എന്ത് സൈനാണോ നിങ്ങൾക്ക് വരുന്നത്, ഈ സൈനുകളൊക്കെ നിങ്ങൾക്ക് സന്തോഷത്തിലേക്കുള്ള സൈനുകളാണ്. സ്പിരിച്വലി നിങ്ങൾ നല്ല വ്യക്തിയായിട്ട് മാറുന്ന എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സൈനുകൾ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവ് എനർജി ഒന്ന് ക്ലെയിം ചെയ്യണേ. യു ആർ റെഡി. നിങ്ങൾ റെഡി ആയിക്കൊള്ളൂ ഈ ഒരു സക്സസ് നേടിയെടുക്കാൻ വേണ്ടി. ഇത് നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെതായ എനർജിയാണ്, സക്സസിലേക്കുള്ള എനർജിയാണ്. ഇത് നിങ്ങൾ നേടിയെടുക്കാൻ റെഡി ആയിക്കൊള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.